ഈ ക്ഷേത്രങ്ങളിലും പൊതുപരിപാടികളിലുമൊക്കെ വളരെ ഗംഭീരമായ പരിപാടികൾ നടക്കുമ്പോൾ ഒരുപാട് VIP-കൾ വന്നു പോകുമ്പോൾ അങ്ങകലെ ദൂരെ ഈ കർട്ടൻ കെട്ടിയ അല്ലെങ്കിൽ സ്റ്റേജ് കെട്ടിയ ആളിൻ്റെ പ്രതിനിധികളോ അല്ലെങ്കിൽ മൈക്ക് ഓപ്പറേറ്ററോ ഒക്കെ നിൽക്കുന്ന ഒരു രംഗമുണ്ട്. മൈക്ക് ഓപ്പറേറ്ററൊക്കെ ഇത്രയും കൂടെ ആധികാരികമായിട്ടായിരിക്കും ഇരിക്കുക. കാരണം സൗണ്ടിൻ്റെ പിടുത്തം പുള്ളിയുടെ കയ്യിലാണല്ലോ. ഇതതുപോലെ പോലും അല്ലാതെ ജീവിതത്തിൽ ചിലപ്പോൾ അന്യവൽക്കരിക്കേണ്ടി വരുന്ന ചില നിമിഷങ്ങളുണ്ടാവാറുണ്ട്. ഇന്ന് പല മാധ്യമങ്ങളും സംപ്രേഷണം ചെയ്യുന്നത് ബഹുമാന്യനായ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരുമ്പോൾ അനാഥമായി എന്തു ചെയ്യണമെന്നറിയാതെ അലയും കാറ്റിൻ ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി ഓലപ്പുടവത്തുമ്പിൽ പാടം കണ്ണീരൊപ്പി രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി എന്ന് പറയുന്ന നമ്മുടെ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാറിൻ്റെ വരിയാണെന്ന് തോന്നുന്നു. ആ പാട്ടിട്ടൊരു റീല് ചെയ്താൽ എത്ര മനോഹരമായിരിക്കും എന്നറിയാമോ? അലയും കാറ്റിൻ ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി ഓലപ്പുടവത്തുമ്പിൽ പാടം കണ്ണീരൊപ്പി രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി എന്ന് തുടങ്ങുന്ന പാട്ടിനെ അന്വർത്ഥമാക്കും വിധം ദേ കണ്ടോളൂ. ആ നിൽക്കുന്ന ഒരു ചെറിയ ആളല്ല. IPS എന്ന് പറയുന്ന ഉന്നതമായ ഒരു ഡിഗ്രി സ്വന്തമാക്കി കേരളത്തിലെ ആദ്യ വനിതാ DGPയോ മറ്റോ ആയ ഒരു വനിതയാണ് നിൽക്കുന്നത്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരെ കുറ്റം പറഞ്ഞിട്ട്? പ്രധാനമന്ത്രിയോടൊപ്പം പോകുന്നവരെ. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു കലയാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്റിയാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു സവിശേഷമായ സ്പേസാണ്. ആ സ്പേസിലും ആ കലയിലും അതിലും കഴിവുള്ളവർക്ക് മാത്രമേ അതിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ആകർഷണീയമായ ഭാവങ്ങളിൽപ്പെട്ട് മറ്റേതെങ്കിലുമൊക്കെ തരത്തിൽ വിരാജിച്ചിരുന്ന ഒരാൾ ഇതിലെത്തിയാൽ ഇല്ല ഗ്യാസ് ചേമ്പറിൽ കയറിയതുപോലെ ശ്വാസം മുട്ടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ മാഡത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ മാഡം ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ IPS കിട്ടിയതിന് ശേഷം കാത്തു നിൽക്കുന്ന ആളുകൾ, സല്യൂട്ട് അടിക്കുന്ന ആളുകൾ, മുഖസ്തുതി പറയുന്ന ആളുകൾ, അംഗീകരിക്കുന്ന ആളുകൾ, ആകപ്പാടെ ഒറ്റ ആളിനെ മാത്രമേ അല്ലെങ്കിൽ 2, 3, 4, 5 ആളുകളെ മാത്രമേ നിശബ്ദമായി കേൾക്കേണ്ടി പോലും വരികയുള്ളൂ. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജൂനിയർ ഉദ്യോഗസ്ഥയാകുമ്പോൾ അതിൻ്റെ സീനിയർ റാങ്കിലുള്ളവരെ, IPSകാരാകുമ്പോൾ അങ്ങനെ ഒത്തിരി പേരൊന്നും ഉണ്ടാവില്ല. പിന്നെ ആ വകുപ്പ് മന്ത്രിയെ, ആഭ്യന്തരമന്ത്രിയെ, ചിലപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ, പ്രൈവറ്റ് സെക്രട്ടറിയെ, അങ്ങനെ വിരലിലെണ്ണാവുന്നവർക്ക് മാത്രം ഈ പറഞ്ഞ സ്വാധീനമുള്ള അല്ലെങ്കിൽ സ്വാധീനിക്കാൻ കഴിയുന്ന അവരോട് മാത്രം ഒരു ലെവലിൽ ഇടപെടേണ്ട ഒരു പോസ്റ്റ് മാത്രമാണത്. എന്നാൽ ബാക്കിയുള്ളവരോടൊക്കെ അധികാരത്തിൻ്റെ എല്ലാ സംഗതികളും വെച്ച് വളരെ മനോഹരമായി വിരാജിക്കുന്ന പദവിയാണ്. അതിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞ് നേരെ ഏണിയും പാമ്പും കളിക്കുമ്പോൾ പാമ്പിൻ്റെ വായിൽ കയറി താഴേക്ക് വീഴുന്നത് പോലെ വന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ ആവുകയും അതുപോലെ രാജേഷിൻ്റെയും ഈ പറഞ്ഞ ഡെപ്യൂട്ടി മേയറുടെ ആശാനാഥിൻ്റെയും ഒക്കെ എന്താ പറയുന്നത് അധികാരപരിധിയിൽ വരുമ്പോൾ ഒരു കൗൺസിലർക്ക് എന്താ ഉള്ളത്? ഇപ്പം മാഡം ഓർത്തിട്ടുണ്ടാവും, ആശാനാഥിൻ്റെ കാലിൽ തൊടാൻ പ്രധാനമന്ത്രി കുനിഞ്ഞ് സ്പർശിക്കുമ്പോൾ ആ കാലുകളുടെ സ്ഥാനത്ത് എത്രയോ യോഗ്യതയുള്ള കാലുകളാണ് എൻ്റേത് എന്ന് വിചാരിക്കുന്നെങ്കിൽ ചിലതൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയാവും നമ്മളെ ചില സ്ഥലത്തൊക്കെ എത്തിക്കുക. അപ്പം അതുകൊണ്ട് നിരാശയായി ഒറ്റയ്ക്ക് നിന്നാൽ അങ്ങനെ നിന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകാവുന്നേ ഉള്ളൂ. അതല്ല കുറച്ച് നേരവും കൂടെ നിന്നാൽ സ്റ്റേജ് അഴിക്കുന്നവർ മാഡം പോകുന്നില്ലേ, സ്റ്റേജ് അഴിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അങ്ങ് പോകേണ്ടി വരും. ഏതായാലും സംഗതി
ഈ സീൻ ഇന്ന് മാധ്യമങ്ങളിൽ മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട സീനാണല്ലോ. സംഗതി പ്രധാനമന്ത്രി വന്നതുമായി ബന്ധപ്പെട്ട ആ ദൃശ്യങ്ങളാണ് നിങ്ങളാ കണ്ടത്. എനിക്കത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഈ പാട്ടാണ്, അലയും കാറ്റിൻ ഹൃദയം എന്നുള്ളത്. അവിടെ നിൽക്കുമ്പോൾ ആ മനസ്സിലൂടെ എന്തെല്ലാം ചിന്തകൾ കടന്നു പോയിട്ടുണ്ടാവും. എനിക്കിത് വേണ്ടിയിരുന്നില്ല എന്ന് 100 വട്ടം ആലോചിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു വാശിക്ക് വേണ്ടിയൊക്കെ അങ്ങ് പറയും. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഗതിയിൽ വന്ന് പെടാതെ ഈ പറഞ്ഞ ശ്രീലേഖ IPS എന്ന് പറയുന്ന റിട്ടയർഡ് എന്ന് പറയുന്ന ഒരു പോസ്റ്റുമായി നിന്നിരുന്നെങ്കിൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് വേദികളിൽ വലിയൊരു പ്രഷ്യസ് സ്പീക്കറായും അതുപോലെ തന്നെ എന്താ പറയുന്നത് ചീഫ് ഗസ്റ്റായും പലയിടങ്ങളിലും ഒരു സ്പേസുമായി കേരളം മുഴുവൻ ഒരു സ്ത്രീകളെ പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ചെറുപ്പക്കാരെ സിവിൽ സർവീസിന് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു പ്രേരണാ ഘടകമൊക്കെയായി വളരെ ശക്തിയിൽ നിറഞ്ഞു നിൽക്കാനുള്ള എത്രയോ വലിയ സ്പേസാണ് കേരളത്തിലുള്ളത് എന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ വലിയ സ്പേസാണ്. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇവരോട് വെറുപ്പും ദേഷ്യവും ഒന്നും തോന്നാതെ വളരെ തമാശപൂർവ്വം കണ്ടാൽ നമുക്ക് ചിരിയാണ് വരുന്നത്. ഒന്നാലോചിച്ച് നോക്കുക ഈ IPSകാരുടെയൊക്കെ ഒരവസ്ഥ. ഒരാൾ കണ്ടില്ലേ, എന്താ ജേക്കബ് തോമസ്, അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിതി എന്താ, ഒരു വെട്ടുകത്തിയും വാളും ഒക്കെ പിടിച്ചുകൊണ്ട് പോയി ഏതോ ഒരു സ്ഥാപനത്തിൻ്റെ MD ആയി കൊണ്ട് കിടന്നപ്പം മുതൽ തുടങ്ങിയ കോമഡിയാണ്. ഇപ്പോൾ പുള്ളിയുടെ അവസ്ഥ ഒരു ചെറിയ നിക്കറുമൊക്കെ ഇട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കുറുവടിയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു. വേറൊരു IPSകാരൻ സെൻകുമാർ സാറ്, അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിതി എന്താ, ഒരു ചാനലിലൂടെ നമ്മുടെ ആരെയാ PC ജോർജിനെയൊക്കെ തോൽപ്പിക്കുന്ന, PC ജോർജൊക്കെ എത്രയോ ക്ലവർ ഗേ ആണ് എന്നാലോചിച്ച് നോക്കൂ. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിന് വേണ്ടി മാത്രം എല്ലാ കരുക്കളും നീക്കി വിധിയുടെ അനിവാര്യത എന്ന പോലെ ഒടുവിൽ വീണു പോയതാണ്. ഒരു ചെറിയ കോളിൽ വന്നൊരു പെശകാണ്. അതൊക്കെ ദൈവമായിട്ട് വരുത്തുന്നതാണ്, പക്ഷേ ഒരു കോളിൽ വന്ന പെശക് കൊണ്ടാണ്, അല്ലെങ്കിൽ അയാൾ വീഴുമൊന്നുമില്ല. അത്ര സംഗതിയായിട്ട് നിന്നാൽ. പക്ഷേ ഇവിടുത്തെ പുള്ളിയുടെ ഒരവസ്ഥ എന്തുവാ, പുള്ളിയെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിൽ വെച്ച് പാടുവർഗീയത വെച്ച് അടിച്ച് തകർക്കുകയല്ലേ. എന്താ സ്ഥിതി? അങ്ങനെ ഓരോരുത്തരുടെയും ചാടി ഓരോ സ്ഥലത്ത് പോയവരുടെയൊക്കെ സ്ഥിതി എന്താ? PS പ്രശാന്ത് ചാടിപ്പോയതാ. എന്താ സ്ഥിതി? അപ്പോൾ ഇതുപോലെ അത് വേറെ പറയാം. അപ്പോൾ എന്തായാലും ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല, പരിഹസിക്കാനുമല്ല തോന്നിയത്. എനിക്ക് സത്യത്തിൽ സഹതാപമാണ് തോന്നിയത്. ഇനിയും ഈ വഴിയെ പോകാൻ നിൽക്കുന്നവർ ഏത് പാർട്ടിയിലേക്കായാലും നിങ്ങളൊക്കെ ഒരു അന്തസ്സുള്ള ഡിഗ്നിറ്റിയുള്ള പോസ്റ്റ് വഹിച്ചിരുന്നിട്ട് ആ ഡിഗ്നിറ്റിയോടുകൂടി അങ്ങ് ജീവിച്ചു പോകലാണ് ഏറ്റവും നല്ലത്. അവിടെയൊക്കെ കൊണ്ട് ആഗ്രഹമൊക്കെ അങ്ങ് തീർക്കണം. എന്തിനാണ് ഒരു 10-60 വയസ്സ് വരെ നല്ല രീതിയിൽ വിരാജിച്ചിട്ട് വീണ്ടും ഈ പറഞ്ഞതുപോലെ പിന്നെ അവശേഷിക്കുന്ന വർഷവും വല്ലാതെ ആർത്തിയോട് ആഗ്രഹിച്ച് എവിടേക്കെയോ എത്തിച്ചേരുന്ന എന്തിനാ? പിന്നെ മനുഷ്യന് നന്മയൊക്കെ ചെയ്ത് ഭയങ്കര സന്തോഷപൂർവ്വം അങ്ങ് ജീവിക്കണം. നിങ്ങൾ ആ ബിജു പ്രഭാകർ സാറിനെ കണ്ടുപിടിക്കും. പുള്ളിയെ ഞാനൊന്ന് വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് പുള്ളിയോട് ഭയങ്കര ആദരവ് തോന്നി. എന്തെന്ന് വെച്ചാൽ ജീവിതത്തെ സ്നേഹിച്ച് ആ നിമിഷങ്ങളെ ഇഷ്ടപ്പെട്ട് സന്തോഷപൂർവ്വം ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് അദ്ദേഹത്തിനെ എനിക്ക് തോന്നി. ഇനിയും ചാടിപ്പിടിക്കാനും വെട്ടിപ്പിടിക്കാനും ഓടി നടക്കാനും ഇതുപോലൊരു സ്റ്റേജിൻ്റെ മൂലയ്ക്ക് കയറിയിരിക്കാനും കഷ്ടമേ കഷ്ടം.